തിരുവനന്തപുരത്തെ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിന്റെ വള്ളക്കടവിലുള്ള പാചകശാലയിലെ മാലിന്യം കാരണം ദുരിതം അനുഭവിക്കുകയാണ് പ്രദേശവാസികൾ. വിവിധ സ്ഥാപനങ്ങളിലെ നൂറുകണക്കിന് ജീവനക്കാർക്കായി തയ്യാറാക്കുന്ന ഭക്ഷണത്തിന്റെയും ബേക്കറി യൂണിറ്റിന്റെയും മാലിന്യം സംസ്കരിക്കാൻ ഒരു സംവിധാനവും ഇല്ലാത്തതിനാൽ കോമ്പൗണ്ടിൽ കെട്ടിക്കിടക്കുന്ന മലിനജലം അവിടെ ദുർഗന്ധമുണ്ടാക്കുകയാണ്. വിഷയം പുറത്തെത്തിച്ച റിപ്പോർട്ടർ ലൈവത്തോടിന് പിന്നാലെ നഗരസഭയ്ക്ക് വിഷയത്തിൽ ഇടപെടേണ്ടതായി വന്നു. 2 ആഴ്ച കൊണ്ട് അവിടുത്തെ പാചകം പൂർണ്ണമായി നിർത്തും എന്നതാണ് നഗരസഭ കൗൺസിലറിലൂടെ നമുക്ക് നൽകുന്ന ഉറപ്പ്. 2 ദിവസത്തിനകം മലിനജലം അവിടെ നിന്ന് ഒഴിവാക്കുമെന്നുള്ള ഉറപ്പും ലഭിക്കുന്നു. റിപ്പോർട്ടർ സാമൂഹിക ഉത്തരവാദിത്തത്തോടെ ഇന്ന് രാവിലെ പുറത്തുകൊണ്ടുവന്ന വിഷയമാണ്. നടത്തിയ ലൈവത്തോണാണ് റിപ്പോർട്ടർ ബിഗ് ഇംപാക്ട്. രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിന്റെ തിരുവനന്തപുരത്തുള്ള സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കുള്ള ഭക്ഷണം മുഴുവൻ പാചകം ചെയ്യുന്നത് ഇവിടെ നിന്നായിരുന്നു. അവരുടെ ബേക്കറികളിലേക്കുള്ള ഭക്ഷണവും തയ്യാറാക്കുന്നത് ഇവിടെ നിന്ന് തന്നെ. പക്ഷേ മതിയായ സംസ്കരണ സംവിധാനങ്ങൾ ഒന്നുമില്ലാത്തതിനാൽ പ്രദേശവാസികൾ ആകെ ദുരിതത്തിലാണ്. 10 മാസം മുമ്പാണ് നോട്ടീസ് നൽകിയത്. ഒരിടപെടലും ഉണ്ടായില്ല. ഏറ്റവും അവസാനം 4 ദിവസങ്ങൾക്ക് മുമ്പ് നാട്ടുകാർ കൂട്ടത്തോടെ അവിടെ എത്തി. അതിന് പിന്നാലെ വലിയ മാലിന്യം മണ്ണിട്ട് മൂടാൻ ശ്രമിച്ചു. പക്ഷേ എന്നിട്ടും അതെല്ലാം അതുപോലെ കിടക്കുകയാണ്. പ്രദേശവാസികൾ ആകെ ദുരിതത്തിലുമായി. റിപ്പോർട്ടർ സംഘം വരുമ്പോൾ ഇവിടെ കണ്ട കാഴ്ച ഇതാണ്. ഇവിടെ ഞങ്ങൾക്ക് രാത്രി വീട്ടിൽ നിന്ന് ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വേവിക്കാൻ നിവർത്തിയില്ല. ഭയങ്കര സ്മെല്ലാണ് ഞങ്ങൾക്ക്. കാരണം എൻ്റെ വീട്ടിൽ ക്യാൻസർ പേഷ്യൻ്റാണ് ഉള്ളത്. എൻ്റെ അമ്മയ്ക്ക് ക്യാൻസറാണ്. അപ്പോൾ ഈ സ്മെല്ല് കാരണം ഞങ്ങൾക്ക് ഒന്ന് അടുക്കള ഇതിൻ്റെ അപ്പുറത്താണ് ഇരിക്കുന്ന വീട്. ഇവിടുത്തെ അവസ്ഥയെന്ന് പറയുന്നത് ഭയങ്കര മാറ്റമാണ്. ഞാൻ ഇവിടുത്തെ ഈ കറക്റ്റ് ഇതിൻ്റെ ബാക്കിലാണ് നമ്മളുടെ വീടെന്ന് പറയുന്നത്. ആ വീട്ടിൻ്റെ ബാക്കിൽ ഒടുക്കത്തെ മാറ്റമാണ്. അതിൻ്റെ ബാക്കിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. അതുപോലത്തെ മാറ്റമാണ്. 9 മാസങ്ങൾക്ക് മുമ്പ് വിഷയം കൺസൾട്ടന്റ് ജയകുമാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും അടിയന്തര പരിഹാരം കാണാൻ കഴിഞ്ഞില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. തുടർന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിനും നഗരസഭയ്ക്കും നാട്ടുകാർ പരാതി കൈമാറിയിരുന്നു. വിഷയത്തിൽ ജൂലൈ മാസം മേയർ ആര്യ രാജേന്ദ്രൻ ഇടപെട്ടെങ്കിലും മാസങ്ങൾക്കിപ്പുറവും ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാൻ കഴിഞ്ഞില്ല. ഇതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം നാട്ടുകാർ പ്രതിഷേധവുമായി വള്ളക്കടവുള്ള ഗോഡൌണിലേക്ക് എത്തിയത്. പ്രദേശത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം റിപ്പോർട്ട് ചെയ്യാനെത്തിയ റിപ്പോർട്ടർ ചാനൽ സംഘത്തെ പ്രദേശത്തെ CITU തൊഴിലാളികൾ തടഞ്ഞു. റിപ്പോർട്ടർ TVയുടെ വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനെ പിടിച്ചു തള്ളുകയും പ്രദേശത്ത് സംഘർഷം സൃഷ്ടിക്കുകയും ചെയ്തതോടെ സ്ഥലത്ത് പോലീസും എത്തി. പ്രതിഷേധം ശക്തമായതോടെ കൗൺസിലറുടെ ഇടപെടൽ. പിന്നാലെ ആരോഗ്യവകുപ്പും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശവാസികളും രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് അധികൃതരുമായി നടത്തിയ ചർച്ചയിലെ തീരുമാനം ഇങ്ങനെ. നമ്മളെ രാമചന്ദ്രയുടെ അധികൃതരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പ്രദേശവാസികൾ നമ്മളും കൂട്ടായ ഒരു ചർച്ചയിലെടുത്ത തീരുമാനമെന്ന് പറഞ്ഞാൽ ഈ വരുന്ന ഡിസംബർ 15-ന് ഇവരുടെ ഫുഡ് പ്രോസസ്സിംഗ് ചെയ്യുന്ന മെഷീനുകളെല്ലാം ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യും. തുടർന്ന് ഗോഡൗൺ പ്രവർത്തിക്കും. കെട്ടിക്കിടക്കുന്ന മലിനജലം 2 ദിവസത്തിനകം സക്കിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നഗരസഭയുടെ തന്നെ പമ്പിംഗ് സ്റ്റേഷനിലേക്ക് ഇവരത് കൊണ്ടുപോയിക്കോളും. ഡിസംബർ 15-ന് മുൻപ് പ്രശ്നത്തിന് പൂർണ്ണ പരിഹാരം കണ്ടെത്തുമെന്നാണ് വാർഡ് കൗൺസിലറുടെ ഉറപ്പ്. അല്ലെങ്കിൽ അടച്ചുപൂട്ടിക്കുമെന്ന താക്കീതും നൽകിയിട്ടുണ്ട്. ആ ഉറപ്പ് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ റിപ്പോർട്ടർ സംഘവും കൂടെ തന്നെയുണ്ട്. റിപ്പോർട്ടർ TV പ്രസാദിനും അരുൺ സോളമനുമൊപ്പം സുനിഷ യെല്ലൂർ, ടീം റിപ്പോർട്ടർ, തിരുവനന്തപുരം.